ഹേ ഹലോ, വെൽക്കം ടു മൈ നെക്സ്റ്റ് വീഡിയോ. അപ്പം ചെരുപ്പിടുന്നത് നോക്കി ജഡ്ജ് ചെയ്യരുത് കേട്ടോ. അപ്പോൾ ഇന്നത്തെ ദിവസം എന്താണെന്ന് വെച്ചാൽ December 25 ആണ്. അപ്പോൾ എല്ലാവർക്കും ഹാപ്പി ക്രിസ്മസ്. ഞാൻ ഇന്ന് പോകുന്ന എവിടേക്കാണെന്ന് വെച്ചാൽ എൻ്റെ വീട്ടിലോട്ട് പോവാണ് കേട്ടോ. ഫ്രം കണ്ണാടി, കോങ്ങാട് ടു കണ്ണാടിയാണ് ഞാൻ പോയിക്കൊണ്ടിരിക്കുന്നത്. നമ്മൾ അടുത്തുള്ളൊരു പമ്പിൽ എപ്പോഴും കയറി എണ്ണടിക്കാറുണ്ട്. അപ്പം അങ്ങനെ കയറിയതാണ്. അപ്പോൾ അവിടെ ദേ പപ്പാനി നിൽക്കുന്നു. ഇന്ന് ക്രിസ്മസ് ആയതുകൊണ്ട് തന്നെ അവിടെ എല്ലാവരുടെയും ക്രിസ്മസ് ട്രീ വെച്ചിട്ടുണ്ടായിരുന്നു. അതുപോലെ തന്നെ ആ ഒരു ഓളമൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ പമ്പിൽ. അപ്പോൾ അതേ വരുന്നത് ക്രിസ്മസ് അപ്പൂപ്പനാണ്. ക്രിസ്മസ് അപ്പൂപ്പൻ നമ്മളെ അങ്ങനെ ശ്രദ്ധിച്ചില്ല. അങ്ങനെ അയാൾ അങ്ങോട്ടാണ് പോയിട്ടുണ്ടായിരുന്നത്. അപ്പം നമ്മളൊക്കെ അടിച്ചു തരുന്ന ആ കൊച്ചിൻ്റെ അടുത്ത് പറഞ്ഞു, നമ്മൾ ക്രിസ്മസ് അപ്പൂപ്പൻ എന്ന് പറഞ്ഞ് കൊച്ചുണ്ടായിരുന്നല്ലോ കൂടെ, അമ്മ ഉണ്ടായിരുന്നല്ലോ കൂടെ. അപ്പോൾ അവൾക്ക് കാണാൻ വേണ്ടിയിട്ട് പറഞ്ഞപ്പോൾ ആൾ അതിൽ കൂടെ ഓടി വന്നു കേട്ടോ, എന്തായാലും നമ്മളെ കാണാൻ വേണ്ടിയിട്ട്. അപ്പോൾ ആൾ മിഠായിയൊക്കെ കൊണ്ടാണ് വന്നിട്ടുണ്ടായിരുന്നത്. അങ്ങനെ നമുക്ക് മിഠായിയൊക്കെ തന്നിട്ടാണ് പുള്ളി പോയത് കേട്ടോ. അപ്പം ഹാപ്പി ക്രിസ്മസും പറഞ്ഞു, ഞങ്ങളും പറഞ്ഞു, അവിടെ നിങ്ങളോടും പറഞ്ഞു. അവർക്കൊക്കെ നല്ല സന്തോഷമായി. ആ മിഠായി അപ്പം തന്നെ ഞങ്ങൾ തിന്നു കഴിഞ്ഞു കേട്ടോ. അപ്പോൾ ഞങ്ങൾ നെക്സ്റ്റ് നമ്മൾ വീട്ടിലേക്ക് പോകുന്നത് കൊണ്ട് തന്നെ, ക്രിസ്മസ് ആയതുകൊണ്ട് ഒരു കേക്കൊക്കെ മേടിക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ അതേ നെക്സ്റ്റ് ഒരു ബേക്കറിയിലാണ് കേട്ടോ കയറിയിരിക്കുന്നത്. അപ്പോൾ നമ്മളൊരു എലൈറ്റിൻ്റെ പ്ലം കേക്കൊക്കെ മേടിച്ചു കേട്ടോ. പിന്നെ അതേ ഒരു മുട്ടായും മേടിച്ചു. അവൾ അധികം കഴിച്ചില്ല, അത് ഇഷ്ടപ്പെടാത്തത് കൊണ്ട് തന്നെ. ആൻഡ് ഇത് ഞങ്ങൾ പോകുന്ന വഴിക്ക് കണ്ടിട്ടുള്ള ഒരു പുഴ എന്നൊക്കെ പറയാം, ഭാരതപ്പുഴയൊക്കെയാണ് കേട്ടോ. അപ്പോൾ നല്ല രസമുണ്ടായിരുന്നു കാണാൻ വേണ്ടിയിട്ട്. അപ്പോൾ അവിടെ ഞങ്ങൾ ആ ഒരു ഭംഗി കണ്ടതുകൊണ്ട് തന്നെ ഞങ്ങൾ വണ്ടി അവിടെ സൈഡാക്കിയിട്ട് അപ്പുറത്ത് കുറേ താറാവ് ഉണ്ടായിരുന്നു. ഈ സമയത്ത് മിക്കവാറും താറാവ് താറാക്കളിനെ വന്ന് ഇങ്ങനെ എന്താ പറയുക, അവരെ കൊണ്ടുവരുന്ന സീസണാണിത് എന്നൊക്കെ പറയാം കേട്ടോ. അപ്പം നിറയെ താറാവുണ്ടായിരുന്നു. അപ്പോൾ അമ്മൂനെയൊക്കെ കാണിക്കാമല്ലോ എന്ന് വിചാരിച്ചിട്ട് നമ്മളവിടെ നിർത്തിയതാട്ടോ. അപ്പോൾ ഇതേ നിറയെ താറാവുണ്ട്. നിറയെ നല്ല ഭംഗിയായിട്ട് നമ്മൾ കുറേ നേരം കണ്ടുകൊണ്ടിരുന്നു കേട്ടോ താറാവിനെ. അപ്പോൾ ആ താറാവൊക്കെ കഴിഞ്ഞതിന് ശേഷം, അതൊക്കെ കണ്ടതിന് ശേഷം നമ്മൾ വീണ്ടും അവിടെ കയറി കേട്ടോ. വണ്ടി കയറിയിട്ട് രാവിലെയാണെന്ന് അറിയാലോ, സൂര്യൻ ഉദിച്ച് തുടങ്ങിയതേ ഉള്ളൂ. കാരണം മഞ്ഞുകാലം ആയതുകൊണ്ട് തന്നെ പെട്ടെന്ന് അങ്ങനെ ഇതായില്ല. പിന്നെ അത്യാവശ്യം മഞ്ഞൊക്കെ ഉള്ള ഒരു ടൈമായിരുന്നു കേട്ടോ ഇത്. അപ്പം മക്കളെ, ഇതാണ് ഞങ്ങളുടെ എൻ്റെ വീട്ടിലേക്ക് പോകുന്ന വഴി എന്ന് പറയുന്നത് കേട്ടോ. അപ്പോൾ അമ്മൂനെ കണ്ടതും എല്ലാവരും വന്ന് അവളെ എടുത്തുകൊണ്ട് പോകാൻ വേണ്ടിയിട്ട് തിരക്ക് കൂട്ടി അവളെടുത്തു കേട്ടോ. ആദ്യം തന്നെ ഓടി വന്നത് അവളുടെ അമ്മായിയാണ്. പിന്നെ നമ്മൾക്ക് അവളുടെ മാമനായി, അവളുടെ വേറൊരു അമ്മായിയായി, പിന്നെ അമ്മമ്മയായി ഒക്കെ എല്ലാവരും നല്ല എന്താ പറയുക, നമ്മൾ കണ്ടതിൻ്റെ ആ ഒരു സന്തോഷത്തിൽ നിൽക്കുന്ന ഒരു ടൈമായിരുന്നു കേട്ടോ അത്. അപ്പോൾ അതേ ഞാൻ എൻ്റെ വീട്ടിലേക്ക് എൻട്രി ചെയ്യാനായിട്ട് പോകുന്നതാണ്. നമ്മളുടെ വീട്ടിലേക്ക് വരുന്നത് എല്ലാവരും പറയുന്നത് പോലെ ക്ലീശയാണെന്നുണ്ടെങ്കിലും നമ്മുടെ വീട്ടിലേക്ക് വരുന്നത് നമുക്കൊരു ഭയങ്കര സന്തോഷമുള്ളൊരു പരിപാടിയാണ് കേട്ടോ. അപ്പം തുമ്പിയുടെ വീട്ടിൽ നിന്ന്, അതായത് എൻ്റെ നാത്തൂൻ്റെ വീട്ടിൽ നിന്ന് ഇതേ അമ്മ, അനിയത്തിമാർ, അച്ഛൻ ഒക്കെ വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. ഞാൻ എൻ്റെ കൊങ്ങാട് വീട്ടിൽ നിന്ന് കഴിച്ചിട്ടുണ്ടായിരുന്നു, എന്നാലും കഴിക്കാമെന്ന് പറഞ്ഞിട്ട് എടുത്തിട്ട് വന്നതാണ്. അപ്പോഴത്തേക്ക് അത് അവൾ വേണം പറഞ്ഞ് അവൾ കഴിച്ചു. ഞാൻ വേറെ കഴിച്ചു കേട്ടോ, വേറെ 2 ദോശയൊക്കെ കഴിച്ച്. പിന്നെ ഞങ്ങളൊരു 11 മണിയൊക്കെ ആവുന്ന സമയത്ത് 11:30 ആയി. അപ്പം നമ്മൾ ഇവർ കൊല്ലത്തുനിന്ന് വന്നതാണല്ലോ, പാലക്കാടിലെ കാഴ്ചകളൊന്നും കണ്ടിട്ടില്ല എന്നുള്ളൊരു രീതിയിൽ നമ്മൾ അവനെ കോട്ടയിലേക്ക് കൊണ്ടുപോകാമെന്ന് വിചാരിച്ചു. അപ്പോൾ ആ പോക്കാണ് കേട്ടോ. ഞങ്ങൾ ലേഡീസ് മാത്രമായിട്ടാണ് പോയത്. അപ്പോൾ ഇതാണ് ഞാൻ പഠിച്ച സ്കൂൾ, ABUP സ്കൂൾ കണ്ണാടി. ഭയങ്കര നൊസ്റ്റാൾജിക് ഫീലാണ് കേട്ടോ. ഇങ്ങനെയൊന്നും ആയിരുന്നില്ല ഞാൻ പഠിക്കുന്ന സമയത്ത്. പക്ഷെ ഇപ്പോൾ കുറച്ചുകൂടെ ഭംഗിയായിട്ട് നമ്മൾ സ്കൂളിനെ കീപ്പ് ചെയ്തിട്ടുണ്ട്. പിന്നെ ഇത് കണ്ടോ, ബസ് സ്റ്റോപ്പിലിരുന്ന് ലിപ്സ്റ്റിക്ക് ഇടുകയാണ്. അപ്പം അതൊക്കെ അവരുടേത്. പിന്നെ എൻ്റെ മോള് ആദ്യമായിട്ടാണെന്ന് ബസ്സിൽ കയറിയത് കേട്ടോ. അവളുടെ ഫസ്റ്റ് എക്സ്പീരിയൻസ് ആയിരുന്നു ബസ്സിൽ. അപ്പം കുറേ ഞാൻ അവൾക്ക് ഇങ്ങനെ പറഞ്ഞൊക്കെ കൊടുത്തു കേട്ടോ. നമ്മളുടെ അമ്പലവും ഒക്കെ കാണിച്ചൊക്കെ കൊടുത്തിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഞങ്ങൾ അവിടെ എത്തി, മൈതാനത്തെത്തിയാൽ തന്നെ പാലക്കാടുകാർക്ക് അറിയാവുന്ന ഒരു കാര്യമാണ്. കുറേ ഇളനീര് കുടിക്കാം, അങ്ങനെയുള്ള കുറേ കാര്യങ്ങളൊക്കെ നമ്മുടെ പാലക്കാട്ടുകാർക്ക് മാത്രം സ്വന്തമായിട്ടുള്ള ഒരു പരിപാടിയാണ് കേട്ടോ. അപ്പോൾ ഞങ്ങൾ കോട്ടയിലേക്ക് എൻട്രി ചെയ്യാനായിട്ട് പോവുകയാണ്. കോട്ട എന്ന് പറഞ്ഞാൽ അറിയാലോ, 1766
ഹൈദരാലി എന്ന് പറഞ്ഞിട്ടുള്ളൊരു ആളാണ് ഇത് നിർമ്മിച്ചത് കേട്ടോ. അപ്പോൾ അതിൻ്റെ ലേ ഔട്ട് എന്ന് പറഞ്ഞാൽ പല വാറുകളും, അതായത് യുദ്ധങ്ങളും തടുക്കാൻ വേണ്ടിയിട്ടായിരുന്നു നമ്മുടെ ഈ കോട്ട രൂപീകരിച്ചിട്ടുണ്ടായിരുന്നത്. കോട്ടനെ ആക്ച്വലി നമ്മൾക്ക് ടിപ്പു ഫോർട്ട് അല്ലെങ്കിൽ ടിപ്പു സുൽത്താൻ കോട്ട എന്നും അറിയപ്പെടുന്നുണ്ട് കേട്ടോ. നമ്മൾ കോട്ട മൈതാനത്തിൻ്റെ അടുത്ത് സ്ഥിതി ചെയ്യുന്നത് കൊണ്ടാണ് നമ്മൾ കോട്ട എന്ന് പാലക്കാടുകാർ വിളിക്കുന്നത് കേട്ടോ. അപ്പോൾ പല യുദ്ധങ്ങളും തടയാൻ വേണ്ടിയിട്ട്, അതായത് പല യുദ്ധ സാമഗ്രികളും എടുത്തു വയ്ക്കാനും ആ ഒരു പ്ലാനിങ്ങോട് കൂടിയിട്ടാണ് ആ ഒരു കോട്ട നിർമ്മിച്ചിരിക്കുന്നത് കേട്ടോ. അപ്പോൾ അതിൻ്റെ സ്ട്രക്ചർ നിങ്ങൾക്ക് നോക്കിയാൽ തന്നെ മനസ്സിലാവും അങ്ങനെയുള്ള ഒരു സ്ട്രക്ചറാണെന്നുള്ളത്. ഇപ്പോൾ ഇതൊരു ടൂറിസ്റ്റ് കേന്ദ്രം മാത്രമാണ് കേട്ടോ. അങ്ങനെ നമുക്ക് വേറും കാര്യങ്ങളൊന്നും ഇല്ലാത്തത് കൊണ്ട് തന്നെ ടൂറിസ്റ്റ് കേന്ദ്രം മാത്രമാണ്. കുറേ ആൾക്കാർ എപ്പോഴും ദിനം പ്രതി വന്ന് കാണുന്ന ഒരു സ്ഥലമാണ്. ഒരു പീസ്ഫുൾ മൈൻഡ് ആവുന്ന ഒരു സ്ഥലമാണ് നമ്മളുടെ ഈ ഒരു ഫോർട്ട് എന്ന് പറയുന്നത് കേട്ടോ. അതിനുള്ളൊരു ഹനുമാൻ ടെമ്പിളും ഒക്കെ ഉണ്ട്. അപ്പോൾ ഇവിടെ കാണാത്തവർ തീർച്ചയായിട്ടും പാലക്കാടുകാരാണെന്നുണ്ടെങ്കിൽ കാണാത്ത ആൾക്കാരുണ്ടാവില്ല എന്നാണ് എൻ്റെ വിശ്വാസം. പക്ഷെ കാണാത്തവരാണ് എന്നുണ്ടെങ്കിൽ ഒരിക്കലെങ്കിലും കാണേണ്ട ഒരു പ്ലേസാണ് ടിപ്പു സുൽത്താൻ കോട്ട എന്ന് പറയുന്നത് കേട്ടോ. പക്ഷേ ഇന്ന് മഞ്ഞുകാലം, ഡിസംബർ 25 മഞ്ഞുകാലമാണ് എന്ന് പറഞ്ഞിട്ടൊന്നും ഒരു കാര്യമില്ല. ഭയങ്കര വെയിലായിരുന്നു, നല്ല വെയിലുണ്ടായിരുന്നു. അതിനനുസരിച്ചിട്ട് അത്ര കുത്തിക്കൊള്ളുന്നില്ല എന്നുണ്ടെങ്കിലും വേറൊരു ആൾക്കാർക്ക്, പാലക്കാടുകാരല്ല ഇനിയിപ്പോൾ വേറൊരു ജില്ലക്കാരാണ് വരുന്നതെങ്കിൽ അവർക്ക് നല്ലതായിട്ട് ചൂടെടുക്കും എന്നുള്ളതിന് ഉദാഹരണമാണ് ഞങ്ങളുടെ കൂടെ വന്ന കുട്ടികൾ. അവർക്ക് നല്ല ചൂടെടുക്കുന്നുണ്ടെന്ന് പറയുന്നുണ്ടായിരുന്നു. പക്ഷെ നമ്മളൊക്കെ നോർമലി പാലക്കാട് ജനിച്ച് ജീവിച്ച് വളർന്നത് കൊണ്ട് തന്നെ, അതായത് മണ്ണിൽ എന്താണ് തീയിൽ കുരുത്തത് എന്നൊക്കെ പറയുമല്ലോ, ആ ഒരു കാര്യം തന്നെയാണ് കേട്ടോ. അപ്പോൾ മോൾക്കൊക്കെ ഭയങ്കര ഇഷ്ടമായി. അവൾ എല്ലാവരുടെ അടുത്തും നല്ല കൂട്ടായത് കൊണ്ട് തന്നെ അവൾ ഭയങ്കരമായിട്ട് എൻജോയ് ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ ഈ ട്രിപ്പ്. അത് മാത്രമല്ല കേട്ടോ, പല സിനിമകളുടെ ഷൂട്ടിംഗ് നടന്നുകൊണ്ട് വരുന്നുണ്ട്. മാത്രമല്ല നടന്നതും പല ചക്കരമുത്ത്, അതുപോലെ തന്നെ മുല്ല, അയ്യപ്പനും കോശിയും, അങ്ങനെ റീസെൻ്റ് ആയിട്ടുള്ള ഇറങ്ങിയിട്ടുള്ള പല സിനിമകളും ഇവിടെ ലൊക്കേഷനാണ്. ഇതൊരു മെയിൻ ഷൂട്ടിംഗ് ലൊക്കേഷനാണ് എന്ന് തന്നെ പറയാം കേട്ടോ. അപ്പോൾ ഇതിൻ്റെ അതായത് ഇതിൻ്റെ കെട്ടിട നിർമ്മാണമൊക്കെ നമ്മൾ സ്ട്രോങ് ആയിട്ടുള്ള ഗ്രാനൈറ്റ് കൊണ്ടാണ് ഉണ്ടാക്കിയിരിക്കുന്നത് എന്നൊക്കെ പറയുന്നുണ്ട് കേട്ടോ. അപ്പോൾ നന്നായിട്ട് എൻജോയ് ചെയ്ത് അവിടെ ഫുള്ളായി കണ്ട് അവിടെ നിന്ന് ഞങ്ങൾ ഇറങ്ങി കേട്ടോ. അവിടെ ടിക്കറ്റ് എടുക്കാനുണ്ടായിരുന്നു, 25 റുപ്പീസാണ് ഒരാൾക്ക്. അത് കഴിഞ്ഞതിന് ശേഷം രാപ്പാടിയിൽ നമ്മളവിടെ ഒരു പാർക്കുണ്ട്, അപ്പം അതിൽ കയറാമെന്ന് പറഞ്ഞിട്ട് വന്നതാണ് കേട്ടോ. അപ്പോൾ അവിടെ നിന്ന് ടിക്കറ്റ് എടുത്തു. എൻട്രി ചെയ്യാനായിട്ട് ഒരു 10 രൂപ മാത്രമാണ് ഉള്ളത് കേട്ടോ ഇതിനുള്ളിലേക്ക് എൻട്രി ചെയ്യാനായിട്ട്. ഇവിടെയും അതുപോലെ തന്നെ നല്ലൊരു വൈബുള്ളൊരു സ്ഥലമാണ് കേട്ടോ. അപ്പം അങ്ങനെ ഞങ്ങൾ അതിൻ്റെ ഉള്ളിലേക്ക് എൻട്രി ചെയ്ത് കഴിഞ്ഞപ്പോൾ തന്നെ നല്ല മരങ്ങളും നല്ല എന്താ പറയുക, പാം ട്രീസ് എന്നൊക്കെ പറയില്ലേ, ആ ട്രീസ് അവിടെ കുറേ നന്നായിട്ടുണ്ടായിരുന്നു. നല്ല ലോങ് ആയിട്ടുള്ള നല്ല ട്രീസ് ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ പിന്നെ കുട്ടികൾക്ക് കളിക്കാൻ വേണ്ടിയിട്ടുള്ള പാർക്കും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ ഇതിലാണ് അമ്മു കയറിയത് കേട്ടോ. അമ്മ കയറിയത് മാത്രമല്ല, ഒരു 50 റുപ്പീസാണ് ഇതിൻ്റെ ചാർജ്. അവൾ 5 മിനിറ്റ് പോലും കളിച്ചില്ല എന്നുള്ളതാണ് അതിൻ്റെ ഒരു സത്യം. കാരണം കുറേ ആൾക്കാരുണ്ടെങ്കിൽ അവളൊരു ഇൻട്രോവേർട്ടാണെന്നൊക്കെ പറയാം. ആ ഒരു രീതിയിലാണ് കുറച്ച് നേരമൊക്കെ അവളവിടെ കളിച്ച് അവൾക്ക് മതിയായപ്പം ഇറങ്ങി കേട്ടോ. അവിടെ കുറേ സാധനങ്ങളുണ്ടായിരുന്നു, ട്രെയിൻ ഉണ്ടായിരുന്നു, അതുപോലെ കുട്ടികൾക്ക് കളിക്കാൻ പറ്റുന്ന പല കാര്യങ്ങളും ഉണ്ടായിരുന്നു കേട്ടോ. ഇതാണ്ടോ സീസോയിൽ 2 ചേച്ചിമാരിരുന്ന് ആടുന്നത് കണ്ടോ. അവർ അവിടെ കണ്ടാൽ പ്രത്യേകിച്ച് അവർ കണ്ടിട്ടുണ്ടായിരുന്നു. വലിയ കുട്ടികൾക്കും കയറിയിരിക്കാം എന്നുള്ളൊരു രീതിക്കാണ് അവർ കയറിയിരുന്നത്. അവർക്ക് അത്ര ഏജൊന്നും ആയിട്ടില്ല കേട്ടോ, ചെറിയ കുട്ടികളാണ്. എന്നാലും അവരങ്ങനെ എൻജോയ് ചെയ്തിട്ടുണ്ടായിരുന്നു. പിന്നെ ഇതേ ഞങ്ങളും കൂടെ കയറിയിട്ടുണ്ട് കേട്ടോ. അപ്പം അമ്മമാരൊക്കെ അവിടെ നോക്കി നിൽക്കുന്നുണ്ട്. നമ്മൾ കയറി കളിക്കുന്നതും ഉണ്ട് കേട്ടോ. ഇത്രയൊക്കെ പറയുമ്പോൾ ഒരു ഡയലോഗ് മസ്റ്റാണല്ലോ, നമ്മൾ ഈ കേൾക്കുന്ന എന്താ പറയുക ആ ഒരു ഡയലോഗ്. അതെന്താണെന്ന് വെച്ചാൽ, കുട്ടികൾക്ക് എന്തെങ്കിലും ആഗ്രഹമൊക്കെ ഉണ്ടെങ്കിൽ അത് സാധിച്ചു കൊടുക്കണം. വലുതായ പിന്നെ വലിയ ആഗ്രഹങ്ങളായിരിക്കും, അതൊന്നും സാധിച്ചു കൊടുക്കാൻ പറ്റില്ല എന്നൊക്കെ. ആ ഒരു ആഗ്രഹം പോലെ തന്നെ നമ്മൾ കണ്ടുകൊണ്ട് തന്നെയാണ് ഈ കാര്യങ്ങളെല്ലാം അവർക്ക് ആഗ്രഹമൊക്കെ സാധിച്ചു കൊടുത്തത് കേട്ടോ. അവരങ്ങ് കളിക്കട്ടേന്നേ, കളിക്കേണ്ട പ്രായമല്ലേ.
അങ്ങനെ ഞങ്ങൾ ഓരോ നിമിഷവും എൻജോയ് ചെയ്യുന്നുണ്ടായിരുന്നു കേട്ടോ. ആ ഒരു ചൂടത്താണെങ്കിൽ കൂടിയിട്ട് നമുക്ക് നന്നായിട്ട് എൻജോയ് ചെയ്യാൻ പറ്റി. കാരണം ഇത്രയും പേരും കൂടെ പോകുന്നത് നമ്മളുടെ ഏജിലുള്ള അല്ലെങ്കിൽ നമ്മുടെ വൈബുള്ള കുറച്ച് ആൾക്കാരുടെ ഒപ്പം പോകുന്നത് എന്നുള്ളത് ഭയങ്കരമായിട്ടുള്ളൊരു കാര്യമാണ് കേട്ടോ. കൂടാതെ തന്നെ പാർക്കിലൊക്കെ നമ്മൾ എൻജോയ് ചെയ്ത് അല്ലെങ്കിൽ കളിക്കുന്നതൊക്കെ കാണുമ്പോൾ തന്നെ നമുക്കൊരു എന്താ പറയുക, മനസ്സിന് ഭയങ്കര കുളിർമയാണ് എന്നൊക്കെ പറയാം. അങ്ങനെയൊക്കെ പറയില്ലേ, അതൊക്കെ തന്നെയാണ്. നമ്മൾ കുട്ടികൾ മാത്രമല്ല അമ്മമാരും നന്നായിട്ട് എൻജോയ് ചെയ്തു എന്നുള്ളത് ഈ വീഡിയോ കാണുമ്പോൾ മനസ്സിലായിക്കോളൂ കേട്ടോ. തുമ്പിയുടെ അമ്മയൊക്കെ നല്ല വൈബായിരുന്നു. തുമ്പിയുടെ അമ്മ എന്ന് പറയുന്നത് ഫോട്ടോ എടുക്കാനാണെന്നുണ്ടെങ്കിലും അതുപോലെ തന്നെ കളിക്കുന്നതിൽ കയറാനാണെന്നുണ്ടെങ്കിലും ഒക്കെ നല്ല വൈബ് തന്നെയായിരുന്നു. പിന്നെയും എൻ്റെ അമ്മയാണ് അങ്ങോട്ട് മാറി നിന്നത്. എൻ്റെ കൊച്ചിനെയൊക്കെ നോക്കി അമ്മ മാറി നിന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഞങ്ങൾ എന്തെങ്കിലും സ്നാക്സൊക്കെ കഴിക്കാൻ കുറച്ച് വിശന്നൊക്കെ തുടങ്ങിയപ്പോൾ ഞങ്ങൾ എന്തെങ്കിലും സ്നാക്സൊക്കെ കഴിക്കാമെന്ന് പറഞ്ഞിട്ട് മേടിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞങ്ങൾ അത് കഴിക്കാൻ വേണ്ടിയിട്ട് പോവാണ് കേട്ടോ. അപ്പം എന്തൊക്കെയാണ് വാങ്ങിച്ചെന്നുള്ളത് അറിയില്ല. തുമ്പിയാണ് പോയി വാങ്ങിച്ചത്. എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. അപ്പോൾ ഇതേ അമ്മൂനാണെന്നുണ്ടെങ്കിൽ മുട്ട ബജിയാണ്. പിന്നെ ബാക്കി എല്ലാവർക്കും പഴംപൊരിയാണ് കേട്ടോ. പഴംപൊരി എന്ന് പറഞ്ഞാലും പോരാ, അത് എണ്ണയിലിങ്ങനെ മുക്കിയെടുത്ത പഴംപൊരി പോലത്തെ സാധനമാണ് എനിക്ക് ആദ്യം വേണ്ടതെന്നൊക്കെ പറഞ്ഞു. അപ്പോൾ പിന്നെ അവൾ അതേ വാങ്ങിച്ചിട്ടുള്ളൂ എന്ന് പറഞ്ഞപ്പോൾ വേറെ ഓപ്ഷൻ ഇല്ല, അത് തിന്നേ പറ്റൂ. അപ്പം നമ്മൾ തിന്നാൻ തന്നെ വിചാരിച്ചു. അപ്പം കുറച്ചൊരു ആശ്വാസമാവട്ടെ എന്ന് വിചാരിച്ചു. കാരണം ഏകദേശം ഇപ്പോൾ ടൈം ഒരു 2-2:15 ആയിട്ടുണ്ടാവും കേട്ടോ. നല്ല വിശപ്പ് തുടങ്ങിയിട്ടുള്ള ഒരു ടൈം തന്നെയാണ് എല്ലാവർക്കും. അതുകൊണ്ട് തന്നെ എല്ലാവരും അത് കഴിച്ചു എന്നുള്ളതാണ്. നല്ല എണ്ണയുണ്ടെന്നുണ്ടെങ്കിലും എല്ലാവരും അത് കഴിച്ചു കഴിഞ്ഞതിന് ശേഷം നമ്മളവിടെ കുറച്ച് ഗെയിംസൊക്കെ ഉണ്ടായിരുന്നു. അപ്പം അതിൽ നമ്മൾ കളിച്ചു കേട്ടോ. അപ്പം ഇതിൽ തല കറങ്ങുന്നുണ്ട് എന്നുണ്ടെങ്കിലും ഞാൻ അങ്ങനെ ഇൻവോൾവ് ആവാൻ പോയില്ല. കാരണം അവരുടെ സന്തോഷം കണ്ടപ്പോഴത്തേക്ക് തന്നെ എനിക്ക് ഭയങ്കര സന്തോഷമായി. അതുകൊണ്ട് തന്നെ ഞാനതിൽ അധികം അവരുടെ കൂടെ കളിക്കാനോ ഒന്നും പോയില്ല. അവർ കളിക്കുന്നത് കണ്ട് സന്തോഷിച്ച് നിന്നു എന്നുള്ളത് മാത്രമാണ് കേട്ടോ. പിന്നെ കുറച്ച് അവിടെ ക്രിസ്മസ് വൈബും കൂടി ഉണ്ടായിരുന്നു. അവിടെ ഒരു ഷോപ്പിൻ്റെ ഫ്രണ്ടിലുള്ളൊരു സ്ഥലത്തായിരുന്നു ക്രിസ്മസ് വൈബ്. പിന്നെ ദേ ഇവിടെ ഒരു ഫോട്ടോ സ്പോട്ടാണ് കേട്ടോ. ഐ ലവ് പാലക്കാട് എന്നൊക്കെ എഴുതിയ ആ ഒരു സ്ഥലത്ത് ഫോട്ടോ സ്പോട്ടാണ്. അപ്പോൾ എല്ലാവരും അവിടെ ഫോട്ടോ എടുക്കുന്നുണ്ടായിരുന്നു. ഞങ്ങളും അങ്ങനെ കയറി അവിടെ ഫോട്ടോ ഒക്കെ എടുത്തു. പിന്നെ കുറച്ച് നേരം അവിടെ സംസാരിച്ചിരുന്നു. അങ്ങനെ ഞങ്ങൾ ഒരു 2:30 ആയപ്പോൾ പുറത്തിറങ്ങി കേട്ടോ. അപ്പം കോട്ടൻ്റെ ഫ്രണ്ടിൽ തന്നെ ഈ സാധനങ്ങളൊക്കെ ഭയങ്കര രസമാണ് ഇവിടെ നിന്നൊക്കെ കഴിക്കാൻ കേട്ടോ. മാങ്ങ, പൈനാപ്പിൾ, നെല്ലിക്ക എന്നുള്ളതൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ ഞാനൊക്കെ കഴിച്ചിട്ടുണ്ടായിരുന്നത് പൈനാപ്പിളാണ്. മാങ്ങ കഴിക്കുന്ന ആൾക്കാരും ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ആ ചേട്ടനാണെന്നുണ്ടെങ്കിൽ മുളകൊക്കെ ഇട്ട് നല്ല 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 ടേസ്റ്റാക്കിയിട്ട് തന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. ഞാൻ മിക്കവാറും ഇവിടെ നിന്ന് കഴിക്കാറുണ്ടായിരുന്നു. അപ്പോൾ ഇന്നും അവരെ കൊണ്ട് ഞാൻ തന്നെയാണ് ഒന്ന് ടേസ്റ്റ് ചെയ്യാം എന്നുള്ളൊരു രീതിയിൽ ടേസ്റ്റ് ചെയ്യിപ്പിച്ചത് കേട്ടോ. ഇതാണ് ഞങ്ങളുടെ അമ്പലം. തിരിച്ച് ഞങ്ങൾ വീട്ടിൽ മീൻസ് ഞങ്ങളുടെ വീടിനടുത്ത് എത്തിയായിരുന്നു. ബസ്സൊക്കെ കയറി ഞങ്ങളുടെ വീടിന് അടുത്തെത്തിയായിരുന്നു. അപ്പോൾ അമ്പലത്തിൻ്റെ ഫ്രണ്ടിൽ കൂടെയൊക്കെയാണ് ഞങ്ങൾ വന്നത്. പിന്നെ നമ്മൾ പുറത്ത് പോയത് കൊണ്ട് തന്നെ നമ്മൾ ബക്കറ്റ് ബിരിയാണി ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നു. അങ്ങനെ ബക്കറ്റ് ബിരിയാണിയൊക്കെ കഴിച്ച് കുറച്ച് നേരം റെസ്റ്റ് അടിച്ച് തിരിച്ച് ഇതേ കോങ്ങാട് തിരിച്ച് വരികയാണ് കേട്ടോ. നല്ല സൂര്യനൊക്കെ അസ്തമിക്കാനുള്ള സമയമാണ്. ഏകദേശം ഒരു 5 മണി ആയിട്ടുണ്ടാവും. ആ ഒരു ടൈമിലുള്ള വ്യൂ ആണ് കേട്ടോ പാലക്കാടിലുള്ളത്. അപ്പോൾ ഞങ്ങൾ എന്നിട്ട് 5:45 എന്നുള്ള ആകുമ്പോഴത്തേക്കും നമ്മുടെ കൊങ്ങാട് വീടെത്തിയിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പം ഇതിൻ്റെ കൂടെ ഞാൻ കുറച്ച് ഫോട്ടോസും കാര്യങ്ങളൊക്കെ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. എല്ലാവരും കാണാം. ഈ വീഡിയോ ഇഷ്ടപ്പെട്ടു എന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും സപ്പോർട്ട് ചെയ്യാനായിട്ട് മറക്കരുത് കേട്ടോ. അപ്പോൾ എല്ലാവർക്കും ഒരിക്കൽ കൂടെ എൻ്റെ ക്രിസ്മസ് ദിന ആശംസകൾ. എല്ലാവരും എൻജോയ് ചെയ്ത് ഓരോ സെലിബ്രേഷനും എല്ലാവരും നന്നായിട്ട് എൻജോയ് ചെയ്യുക. ഇനി കൂടുതൽ നമുക്ക് മാക്സിമം ആ ഒരു ഹാപ്പിനെസ് കിട്ടുന്ന രീതിയിൽ നമ്മൾ എപ്പോഴും ജീവിക്കാനായിട്ട് ശ്രമിക്കുക കേട്ടോ. താങ്ക് യു ഗൈസ്.